ശുഭ്മാൻ ഗില്ലിൻ്റെ നേതൃത്വത്തിലുള്ള വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ടീം നമ്മൾ അവസാനം വളരെ മികച്ച കളിയാണ് പുറത്തെടുത്ത് വന്നത്. ഈ ടെസ്റ്റ് ജയിച്ചുകൊണ്ട് സമനിലയാക്കിയിരിക്കുകയാണ്. അതാണ് അപ്പോൾ ആ ഒരു ടോട്ടൽ നമ്മുടെ ആ ഒരു ഈ 5 ടെസ്റ്റുകളിലൊരു അവരുടെ കളിയുടെ റെവല്യൂഷൻ പൊതുവെ വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് ദിലീപ് അതിനെ സമീപിക്കുന്നത്? അല്ല, ഇതിന്റെ സത്യം എന്താന്ന് പറഞ്ഞാൽ ഇതിപ്പോ 2-2 അവസാനിച്ചു. അത് ഞാൻ തീരെ പ്രതീക്ഷിച്ചതല്ല. ടൂറ് തുടങ്ങുമ്പോൾ ഇംഗ്ലണ്ടിൽ അനുഭവം ഇല്ലാത്ത കുറെ കളിക്കാര്, പുതിയൊരു ക്യാപ്റ്റൻ, എനിക്ക് പേഴ്സണലായിട്ട് വലിയൊരു വിശ്വാസമില്ലാത്തൊരു കോച്ചിങ് സ്റ്റാഫ്, ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ തോൽക്കുന്നതന്നെ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇംഗ്ലണ്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ കളിച്ചിട്ടുമില്ല ഈ സീരീസിൽ. സ്റ്റോക്സ് കാരനാണ് അവരെങ്ങനെയോ 2 ടെസ്റ്റ്, സ്റ്റോക്സ്, ജോ റൂട്ട്, അങ്ങനെ 2-3 കളിക്കാർ കാരണം. ശരിക്കും 4-0 അല്ലെങ്കിൽ 4-1 വരെ ജയിക്കാൻ പറ്റുന്ന ഒരു സീരീസ് ആയിരുന്നു ഇന്ത്യക്ക്. ഇന്നലെ ഹോസ്റ്റ് ബ്രോഡ്കാസ്റ്റർ TV-യിൽ ഓരോ സെഷൻ ഏത് ടീമാ ജയിച്ചതെന്ന് അതിന്റെ ബ്രേക്കപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഇന്ത്യയുടെ ഇന്നത്തെയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ 33 സെഷനോ അവർ 21 സെഷനോ ജയിച്ചത്. പക്ഷെ ഇന്ന് രാവിലെ വരെ ഇംഗ്ലണ്ട് ആയിരുന്നു 2-1 മുന്നിൽ നിൽക്കണം. അതെന്തുകൊണ്ട്? അത് ഒരു കാരണം, നമ്മൾ തീരെ ഒരു ഗെയിം അവയർനെസ് ഇല്ലാതാണ് പല കളിയും കളിച്ചത്. അത് ഒരു കീ സിറ്റുവേഷൻ വരുമ്പോൾ ഒരു ടീമിന് എന്താ ചെയ്യാൻ പറ്റണ്ടെന്ന് അറിയണം. അത് നമ്മൾ എല്ലാ കീ മൊമെന്റ്സ് നമ്മൾ ഈ സീരീസിൽ തോൽക്കുക ചെയ്ത്, ഈ അവസാനത്തെ കളി വരെ. അപ്പൊ അത് അശ്വിനൊക്കെ ഇന്നലെ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സമയത്താണ് നമ്മളിപ്പോ കോച്ചായാലും ക്യാപ്റ്റനായാലും ആ സമയത്ത് നല്ല തീരുമാനങ്ങൾ എടുക്കണം. അത് നമ്മളെ കൊണ്ട് ഈ കളി വരെ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിനകത്തിപ്പം പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ബുംറ ഇല്ല. അപ്പൊ ഒരു വളരെ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലത്തെ ഏറ്റവും വലിയൊരു ജയം തന്നെ പറയാൻ. ശരിക്കും ഏറ്റവും അപ്രതീക്ഷിതമായ ഒരു ജയമായിരുന്നു. ഒന്ന്, ബുംറ ഇല്ലാതെ കളിക്കാൻ തുടങ്ങുന്നു. പിന്നെ ഇന്നലെ ടീ ടൈം കഴിയുമ്പോൾ അവര് 301 റണ്ണ് 3 വിക്കറ്റ്, അത് പാട്ടും പാടി ജയിക്കുന്നുള്ള സ്ഥിതിയായിരുന്നു. പിന്നെയാണ് ഹാരി ബ്രൂക്ക് ആ ഒരു T20 ഷോട്ട് അടിച്ച് ഔട്ടായി. പിന്നെ ബത്തിൽ അതേപോലെ ഔട്ടായി. അതോടെയാണ് കളി കുറച്ച് മാറുന്നത്. പിന്നെ നമ്മുടെ ഭാഗത്ത് വേറെ മറ്റേ ടീമിന് ഇല്ലാത്തൊരിത് സിറാജാണ്. സിറാജിനെ ക്ലോൺ ചെയ്താൽ ഇന്ത്യ ഒരു കളിയും ഒരിക്കലും തോൽക്കില്ല. അങ്ങനത്തെ ഒരു സ്പിരിറ്റുള്ള കളിക്കാരനാണ്. ഇതിലിപ്പോ നമ്മൾ ഈ പരമ്പരയിൽ നിന്നുള്ള ഒരു ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്ക് നിന്നുള്ള പാഠം എന്താണ് ഇതിൽ നിന്ന്? ഇതിന്റെ ഏറ്റവും വലിയൊരു പാഠം എന്ന് പറഞ്ഞാൽ നല്ലൊരു ടീമാണ്. ഈ സ്ക്വാഡ് വെച്ചിട്ട് ശരിക്കും കളിക്കുക എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ക്രിക്കറ്റ് വളരെ ലളിതമായിട്ടുള്ളൊരു കളിയാണ്. നമ്മളത് ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് കളികൾ തോൽക്കുക. ഇപ്പൊ നിങ്ങൾ ഓസ്ട്രേലിയയിൽ പോയിട്ട് അവരോട് ടെസ്റ്റ് ക്രിക്കറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഒറ്റ ഉത്തരേ ഉള്ളൂ: 20 വിക്കറ്റ് എടുക്കുന്ന ടീം കളി ജയിക്കും. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അതിന് വിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒരു T20 കളി വേണമെങ്കിൽ നിങ്ങൾക്ക് 1 വിക്കറ്റും എടുക്കാതെ ജയിക്കാം. ആ മറ്റേ ടീമിനെ എങ്ങനെയെങ്കിലും ഒരു 120-140 റണ്ണിൽ നിർത്തിയിട്ട് ആ റൺസ് അടിച്ചെടുത്താൽ മതി. ടെസ്റ്റ് ക്രിക്കറ്റിൽ അതൊരു രക്ഷയില്ല. വളരെ അപൂർവമായിട്ട് മറ്റേ ടീം ഡിക്ലെയർ ചെയ്യുകയോ ചെയ്താൽ 20 വിക്കറ്റ് എടുക്കാതെ നമുക്ക് ജയിക്കാം. പക്ഷെ 95% 20 വിക്കറ്റ് എടുക്കാതെ ഒരു ടെസ്റ്റ് ജയിക്കാൻ പറ്റില്ല. ആ 20 വിക്കറ്റ് എങ്ങനെ എടുക്കുക? 20 വിക്കറ്റ് എടുക്കാൻ കഴിവുള്ള ബോളർമാരെ സെലക്ട് ചെയ്യണം. അത് നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല. അതാണ് ഒരു വലിയൊരു പ്രശ്നം. നമ്മളിപ്പം സിറാജിനെ പറ്റി നേരത്തെ തന്നെ പറഞ്ഞാണ്, സിറാജിന്റെ ഒരു ഫുൾ ഒരു ഡെഡിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുന്നുള്ളത്. ഇതിൽ ബാറ്റിംഗ് സൈഡിൽ നമുക്ക് എടുത്ത് പറയാവുന്ന പ്രകടനങ്ങൾ ഇന്ത്യൻ സൈഡിൽ നിന്ന് കുറെ പേരുണ്ട്. അതാ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ 2-2 എന്നുള്ള സ്കോർ ലൈനായിട്ട് നമ്മൾ തൃപ്തിപ്പെടരുത്. ശരിക്കും ഇത് ജയിക്കേണ്ട സീരീസ് ആയിരുന്നു. അതിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, കഴിഞ്ഞ 5 ടൂറ് 2007 ഞാൻ കവർ ചെയ്ത സീരീസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള 4 ടൂർ കൂടി 2007 തൊട്ട് 22 വരെ 22 ടെസ്റ്റാണ് ഇംഗ്ലണ്ട് കളിച്ചത്. 44 ഇന്നിങ്സ്. അതിൽ കളിച്ച കളിക്കാരൊക്കെയാ: സച്ചിൻ, ദ്രാവിഡ്, കോഹ്ലി, രോഹിത് ശർമ്മ, ഗാംഗുലി, VVS, എല്ലാ വലിയ പേരുകളും കളിച്ചത്. ഈ 44 ഇന്നിങ്സിൽ ഇന്ത്യ 350 ആകെ 8 തവണ ക്രോസ് ചെയ്തിട്ടുള്ളൂ. ആ 44 ഇന്നിങ്സിൽ ഈ ഒറ്റ സീരീസിൽ 10 ഇന്നിങ്സിൽ നമ്മൾ 8 തവണ 350 ക്രോസ് ചെയ്തു. എന്നിട്ടും ജയിക്കാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ട്? നിങ്ങൾ ബോളർമാരെ സെലക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഒരു ക്രിട്ടിക് എന്നുള്ള രീതിയിൽ ഈ പരമ്പരേനെ, അതായത് നമുക്ക് ഫ്യൂച്ചറിൽ തിരുത്താനുള്ള സംഗതി എന്നുള്ള ദിലീപ് വിശ്വസിക്കുന്ന എന്താണ്?
അല്ല ഇത് ഇന്ത്യൻ ബാറ്റിങ്ങിനെ പറ്റി എനിക്ക് ഒരു ബേജാറുമില്ല. അത് ഞാൻ സീരീസിന് മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഈ ബാറ്റർമാനിൽ. ഇതിലും ഇപ്പൊ കുറച്ച് ഫെയിൽ ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കരുൺ നായരും സായ് സുദർശനൊക്കെ അവർക്കും കുറച്ചും കൂടി കോൺഫിഡൻസും കുറച്ചും കൂടി ഒരു സ്ഥിരതയും പൊസിഷൻ എല്ലാ കളിക്കാർക്കും പ്രധാനമാണ്. അതിൽ നിന്നാണ് അവർക്ക് കോൺഫിഡൻസ് വരുന്നത്. ഒരു കളി നിങ്ങൾ നമ്പർ 3, അടുത്ത കളി ഡ്രോപ്ഡ്, അടുത്ത കളി നമ്പർ 5, അങ്ങനെയൊക്കെ കളിപ്പിക്കുമ്പോൾ ഒരു കളിക്കാരനും ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഇപ്പൊ ഈ സീരീസിൽ ഗില്ലിന് വലിയൊരു ഗുണം ഉണ്ടായിട്ടുള്ള എന്താന്ന് പറഞ്ഞാൽ താൻ ക്യാപ്റ്റനാണ്, എല്ലാ കളിയും നമ്പർ 4 പൊസിഷനിൽ വന്ന് കളിച്ചു, ആ സ്ലോട്ട് തൻ്റെതാക്കി മാറ്റിയിട്ടുണ്ട്. അത് കാരണമാണ് ബ്രാഡ്മൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കളിക്കാരനാണ് ഒരു ഇംഗ്ലണ്ട് സീരീസിൽ 4 സെഞ്ചുറി അടിക്കേണ്ടത്. ആ ഒരു സ്ഥിരത വേണം. അത് ബാറ്റിങ്ങിൽ. ബോളിങ്ങിൽ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ള ബോളിംഗ് റിസോഴ്സ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇപ്പൊ ഓസ്ട്രേലിയയിൽ എന്തുകൊണ്ട് ബുംറയ്ക്ക് ഈ 5 ടെസ്റ്റ് കളിക്കാൻ പറ്റാഞ്ഞ, ഓസ്ട്രേലിയയിൽ എറിയിപ്പിച്ച് ഇല്ലാതെയാക്കി. ഓസ്ട്രേലിയയിൽ ബുംറ 151 ഓവറും സിറാജ് 157 ഓവറും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും എറിഞ്ഞത് എനിക്ക് തോന്നുന്നു ആകാശ് ദീപ് 77 ഓവർ. അത്രയും ഗ്യാപ്പായിരുന്നു. 3 സ്പിന്നർമാരും കൂടി 118 ഓവർ എറിഞ്ഞു. അശ്വിൻ ഒരു കളി കഴിഞ്ഞ് റിട്ടയർ ചെയ്തു. ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ, അശ്വിൻ ഒരുമിച്ച് നേത്തൻ ലാൻഡ് അത്ര ഓവർ എറിഞ്ഞിട്ടില്ല. ഈ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇന്നലെ ലഞ്ച് കഴിഞ്ഞിട്ടുള്ള ബോളിംഗ് സാമാന്യം മോശമായിരുന്നു. പ്രസീദ് കൃഷ്ണ ആയാലും ആകാശ് ദീപ് ആയാലും. പക്ഷെ അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. എന്താ വെച്ചാൽ അവരുടെ വർക്ക് ലോഡ് അത്ര അധികമാണ്. ഈ ഒറ്റ കളിയിൽ ഈ ഓവൽ ടെസ്റ്റിൽ 136 ഓവർ ഒറ്റ ഇന്ത്യ എറിഞ്ഞു. അതിൽ 10 ഓവറേ സ്പിന്നർ എറിഞ്ഞിട്ടുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ സെലക്ട് ചെയ്യണ സ്പിന്നേഴ്സിനെ നിങ്ങൾക്ക് വിശ്വാസമില്ല. അതിപ്പോ ക്യാപ്റ്റനാണോ കോച്ചാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ എന്തുകൊണ്ട് ഇപ്പൊ ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും ബാറ്റ്സ്മാൻ ആയിട്ട് കളിച്ചോട്ടെ, പക്ഷെ അവർ സ്പിന്നേഴ്സ് അല്ല. സ്പിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ലൈൻ സ്പിന്നർ അല്ല. ഏത് ഇന്ത്യയുടെ പുറത്ത് പോയാലും വിക്കറ്റ് എടുക്കാൻ പറ്റണല്ലോ, അങ്ങനത്തെ സ്പിന്നേഴ്സ് അല്ല അവർ. ഇപ്പൊ നേത്തൻ ലാൻഡിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ജഡേജയുടെ ഫിഗേഴ്സ് ഒന്നും നേത്തൻ ലാൻഡിന് ഇല്ല. കരിയർ നമ്പേഴ്സ് അതിലും അധികം വിക്കറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ ആവറേജും സ്ട്രൈക്ക് റേറ്റും ഒക്കെ ജഡേജയുടെയാണ് നല്ലത്. പക്ഷെ ഇതേ നേത്തൻ ലാൻഡ് 17 ടെസ്റ്റിൽ 59 വിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇംഗ്ലണ്ടില്. കഴിഞ്ഞ സീരീസ് 2 ടെസ്റ്റേ കളിച്ചുള്ളൂ, അപ്പോഴേക്കും പരിക്കായിട്ട് മാറി നിൽക്കേണ്ടി വന്നു. 3 ഇന്നിങ്സിൽ 9 വിക്കറ്റ് എടുത്തു നേത്തൻ ലാൻഡ്. ഈ മുഴുവനായിട്ടുള്ള ഈ സീരീസിൽ ജഡേജ 7 വിക്കറ്റ് എടുത്തു. അതും 3 ചീപ്പായിട്ട് അവര് സ്ലോഗ് ചെയ്യുമ്പോ കിട്ടിയത്. അപ്പൊ നിങ്ങൾക്ക് ആകെ ഇപ്പൊ ഒരു വേൾഡ് ക്ലാസ് സ്പിന്നറേ ഉള്ളൂ, കുൽദീപ് യാദവേ ഉള്ളൂ. അശ്വിൻ റിട്ടയർ ചെയ്തു. അശ്വിൻ വേൾഡ് ക്ലാസ് ആയിരുന്നു എല്ലാ കണ്ടീഷൻസിലും. ഇപ്പൊ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരു കാര്യം, അശ്വിന് പുറമെ കളിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ തീരുമാനിച്ചതായിരുന്നു. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ, ആദ്യത്തെ ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെ 45 റണ്ണിന് 4 വിക്കറ്റ് എടുത്തു അശ്വിൻ. പക്ഷെ നമ്മൾ തീരുമാനിച്ചു പുറമെ ഒരു സ്പിന്നറെ കളിക്കാൻ പറ്റുള്ളൂ, അത് ജഡേജ ആയിരിക്കണം. ജഡേജയ്ക്ക് പക്ഷെ വിക്കറ്റ് എടുക്കാൻ പറ്റില്ല പുറമെ. ഈ 4 വിക്കറ്റ് 45 റണ്ണിന് 4 വിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ടീം 200 ഓൾ ഔട്ട് ആവും. പിന്നെ നിങ്ങൾക്ക് 8ാമത്തെ ബാറ്റ്സ്മാൻ്റെ ആവശ്യമില്ല. അതാണ് ഞാൻ പറയുന്നത്. എപ്പോഴും നിങ്ങളുടെ ഏറ്റവും നല്ല ബോളർമാരെ സെലക്ട് ചെയ്യണം. അതൊരു നോൺ നെഗോഷ്യബിൾ ആണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ. ഇതിലിപ്പോൾ നമുക്ക് ഒരു സീരീസ് കൊണ്ട് ഒരു ക്യാപ്റ്റന്റെ മികവൊന്നും അങ്ങനെ പ്രഖ്യാപിക്കാൻ പറ്റില്ല. എന്നാൽ പോലും ശുഭ്മൻ ഗില്ലിന്റെ ഒരു ഭാവി എങ്ങനെയാണ് നമ്മൾ നല്ല ഭാവിയാണ്. എന്താ വെച്ചാൽ ഇപ്പൊ തന്റെ ഇങ്ങനത്തെ ഒരു കളി, പ്രത്യേകിച്ച് ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു കളി ജയിക്കുമ്പോ അത് ഭയങ്കരമായിട്ട് ഒരു കോൺഫിഡൻസ് കിട്ടും. ഇപ്പൊ ഗാംഗുലിയുടെ ക്യാപ്റ്റൻസി ഒക്കെ അങ്ങനെയാണ് തുടങ്ങിയത്. ആ ഈഡൻ ഗാർഡൻസിലത്തെ ഒരു ജയത്തോടു കൂടി ഇത് എന്റെ ടീമാണ്, എനിക്ക് ഈ ടീമിനെ കൊണ്ട് ജയിപ്പിക്കാന്നുള്ള ആ ഒരു കോൺഫിഡൻസ് വരുമ്പോൾ പിന്നെ കൂടെയുള്ള കളിക്കാരും നിങ്ങളുടെ പുറകെ വരും. അവർക്കും ആ വിശ്വാസം വരും, ഞങ്ങൾക്ക് എവിടെ പോയാലും ജയിക്കാം, ഏത് സാഹചര്യത്തിലും ജയിക്കാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും ഇത് വളരെ നല്ലൊരു തുടക്കം. പിന്നെ ഇംഗ്ലണ്ടിൽ ഒരു സീരീസ് ഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. ഓസ്ട്രേലിയ ഇപ്പൊ 24 കൊല്ലമായി അവിടെ ഒരു ആഷസ് സീരീസ് ജയിച്ചു. 2001 അവസാനം അവർ ഇംഗ്ലണ്ടിൽ ജയിച്ചത്. അതാ ഞാൻ പറഞ്ഞത്, സങ്കടം എന്താ വെച്ചാൽ ഇത് ശരിക്കും ജയിക്കേണ്ട സീരീസ് ആയിരുന്നു.